അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18 ശനിയാഴ്ച. സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ രാംലല്ല വീണ്ടും ടെന്റിനുള്ളിലാകുമെന്നും രാമക്ഷേത്രം തച്ചുടയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ബാറാബങ്കിയിൽ നടന്ന റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കുമെന്നും മോദി നേരത്തെ പറഞ്ഞിരുന്നു. NDA രാജ്യത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ സഖ്യം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പിന് പിന്നാലെ സഖ്യം ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നും മോദി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജസ്ഥാനിൽ ഏപ്രിൽ 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഡൽഹി കോടതി. നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാകേത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കാർത്തിക് തബാരിയ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകി. ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്ത് ED. ആദ്യമായാണ് ഒരു അഴിമതി കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുന്നത്. സുപ്രീം കോടതിയിലാണ് ED ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി പണം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയിരുന്നു. ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്വേഷണ ഏജൻസിക്ക് ആവശ്യപ്പെടാനാകും. ഒരു രാജ്യം ഒരു നേതാവ് എന്നത് മോഡിയുടെ ഗൂഢപദ്ധതിയെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിജയിച്ചത്. മോദിയും അതുതന്നെയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ നേതാക്കളെയും മോദി ഒതുക്കുകയാണെന്ന് മുംബൈയിൽ നടന്ന മഹാവികാസ് അഘാഡി റാലിയിൽ കെജ്രിവാൾ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇന്നലെ വൈകിട്ട് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കന്നയ്യ കുമാറിനെതിരെ ആക്രമണം. മാലയണിയിക്കാനെന്ന പേരിലെത്തിയ 2 യുവാക്കളാണ് കന്നയ്യ കുമാറിനെ ആക്രമിച്ചത്. കന്നയ്യകുമാർ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നുവെന്നും സൈനികർക്കെതിരെ സംസാരിക്കുന്നുവെന്നുമാണ് ആക്രമിക്കാനെത്തിയ യുവാക്കൾ വിളിച്ചു പറഞ്ഞത്. ആക്രമണത്തിന് പിന്നിൽ BJP നേതാവ് മനോജ് തിവാരിയുടെ അനുയായികളാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ചില ഇളവുകൾ നൽകി പുനരാരംഭിക്കുന്നതിന് തീരുമാനമായി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. യൂണിയനുകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിൽ നിർദ്ദേശങ്ങളിൽ ചില ഇളവുകൾ നൽകിയാണ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ തീരുമാനമായതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിൽ വിവാദമൊന്നുമില്ലെന്നും അന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് ബ്രിട്ടാസ് വിളിച്ചതെന്നും എല്ലാവരുമായി ചർച്ച നടത്തിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് തിരുവഞ്ചൂരിനെ വിളിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടെന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ സംഭവം വിവാദമായതോടെ ഉമ്മൻചാണ്ടിയോട് കാണിച്ച അനീതിയെക്കുറിച്ചാണ് താൻ പുസ്തകത്തിൽ എഴുതാൻ ശ്രമിച്ചതെന്നും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാകാം അത് വിവാദമാകുന്നതെന്നും ജോൺ മുണ്ടക്കയം പ്രതികരിച്ചു. CPM കോൺഗ്രസിനു വേണ്ടി സോളാർ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്ന് K. സുരേന്ദ്രൻ. സോളാർ സമരം അട്ടിമറിക്കാനാണ് തുടക്കം മുതൽ CPM ശ്രമിച്ചത്. അധികാരത്തിലേറിയപ്പോൾ പിണറായി വിജയനും സംഘവും പതിവ് കലാപരിപാടിയായ ഒത്തുതീർക്കൽ പദ്ധതി നടപ്പിലാക്കിയെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സോളാർ സമരം ഒത്തുതീർപ്പാക്കിയതാണെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിന് വിശദീകരണവുമായി ചെറിയാൻ ഫിലിപ്പ്. സോളാർ സമരം VSന്റെ വാശിയായിരുന്നുവെന്നും ഒത്തുതീർപ്പ് ആവശ്യപ്പെട്ട് വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നുവെന്നും സമരം അവസാനിപ്പിച്ചതിൽ ഏറ്റവും സന്തോഷിച്ചത് CPM അണികളെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ സോളാർ സമരകാലത്ത് നീക്കം നടന്നുവെന്ന് ദല്ലാൽ നന്ദകുമാർ. KM മാണിയെ ഇടതുപക്ഷത്ത് എത്തിക്കാനും UDF ഭരണം അട്ടിമറിക്കാനുമായിരുന്നു അന്നത്തെ നീക്കം. ഇത് പൊളിഞ്ഞതോടെ സോളാർ സമരത്തിൽ ഒത്തുതീർപ്പ് വേണ്ടിവന്നു. EP ജയരാജനും താനുമാണ് KM മാണിയുമായി സംസാരിച്ചതെന്നും നന്ദകുമാർ പറഞ്ഞു. മാണിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശവുമായി തന്നെ സമീപിച്ചത് PC ജോർജാണ്. പിണറായി വിജയൻ ഫോണിൽ KM മാണിയുമായി അന്ന് സംസാരിച്ചു. സോളാർ സമരം തുടങ്ങിയ അന്ന് രാത്രിയാണ് നീക്കം നടന്നതെന്നും നന്ദകുമാർ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയെന്നും പണം തട്ടിയെടുത്തവരെ അറിയാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. തെരഞ്ഞെടുപ്പിന് ബ്ലോക്ക് കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും മണ്ഡല കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും കൃത്യമായി കൊടുത്തു. എന്നാൽ ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാൻ നൽകിയ പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയതെന്നും ആരെയും വെറുതെ വിടുന്ന പ്രശ്നമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ DCC ഓഫീസിൽ നടന്ന പരിപാടിക്കിടെ വ്യക്തമാക്കി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായ രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ നാട്ടിലെത്തിക്കാൻ കേരള പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായം തേടി. രാഹുൽ ജർമ്മൻ പൗരത്വം നേടിയ ആളായതിനാൽ ഇയാളെ നാട്ടിലെത്തിക്കാൻ സമയമെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം കേസിൽ അറസ്റ്റിലായ രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനെതിരെ പ്രതിയെ നാടുകടക്കാൻ സഹായിച്ചതിനുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വിവിധ തരം പകർച്ചപ്പനികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ വകുപ്പുകളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കൃത്യമായി നടത്തണം. പൊതുതാമസ ഇടങ്ങൾ, ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ കേരള പൊതുജനാരോഗ്യ നിയമമനുസരിച്ച് ശുചീകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നുവെന്ന് മന്ത്രി വീണ ജോർജ്. വെസ്റ്റ് നൈൽ ബാധിച്ച് 13കാരി മരിച്ച കേസിൽ പൂനെയിലെ വൈറോളജി ലാബിൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടില്ലെന്നും 10 വെസ്റ്റ് നൈൽ പനി കേസുകൾ ഉറപ്പായതാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഇന്നലെ നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. 12 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള ഭക്ഷ്യ ഉൽപാദകർക്ക് ചെറുകിട കച്ചവടക്കാർക്കുള്ള രജിസ്ട്രേഷൻ നൽകുന്നു എന്നതടക്കം നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് വിജിലൻസ് അറിയിച്ചു. ക്രമക്കേടുകളെപ്പറ്റി വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്ന് വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ IPS അറിയിച്ചു. പാലക്കാട് തെങ്കരയിൽ 3ലും 4ലും പഠിക്കുന്ന 2 പെൺകുട്ടികളെ കാണാനില്ലെന്ന് പരാതി. രാവിലെ മുതലാണ് കുട്ടികളെ കാണാതായത്. സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികളും ക്രഷറുകളും സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാമെന്ന് ജില്ലാ കളക്ടർ. ക്രമക്കേടുകൾ തടയാൻ ജില്ലാ ഭരണകൂടം കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപൊലിത്ത അത്തനേഷ്യസ് യോഹാന്റെ സംസ്കാരം മെയ് 21 തിരുവല്ലയിൽ നടത്തും. മെയ് 19 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും. മെയ് 20 പൊതുദർശനം. മെയ് 21 11 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച് 1 മണിയോടെ മൃതദേഹം ഖബറടക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ മെയ് 20 വരെ ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ഊട്ടി അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് നീലഗിരി ജില്ലാ കളക്ടർ അറിയിച്ചു. കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ മിന്നൽ പ്രളയം. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ കാണാതായി. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ 35ലധികം സീറ്റ് നേടുമെന്ന് രമേശ് ചെന്നിത്തല. ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും അനുകൂലമായ തരംഗമാണ് മഹാരാഷ്ട്രയിലുള്ളത്. കോൺഗ്രസ് സീറ്റ് എണ്ണം 1 നിന്ന് 15 ഉയരും. വോട്ടെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും കേന്ദ്രഭരണ വിരുദ്ധ വികാരം പ്രകടമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാതി മലിവാളിനെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അയച്ചത് BJP എന്ന് മന്ത്രി അതിഷി മർലേന. കെജ്രിവാളിന്റെ വീട്ടിനുള്ളിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സ്വാതി തർക്കിക്കുന്ന വീഡിയോ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചതോടെ സംഭവത്തിൽ പ്രതികരണവുമായി സ്വാതി രംഗത്തെത്തി. ഒരു ഗുണ്ടയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാർട്ടി തന്നെ ചോദ്യം ചെയ്യുന്നുവെന്നും ഇന്നലെ പാർട്ടിയിൽ ചേർന്നവർ 20 വർഷമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന തന്നെ BJP ഏജന്റാക്കുന്നുവെന്നും സ്വാതി എക്സിൽ കുറിച്ചു. അതേസമയം സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. സ്വാതി മലിവാളിനെതിരെ പരാതി നൽകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ഭൈവവ് കുമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയെന്നാണ് സ്വാതിക്കെതിരെയുള്ള ഭൈവവ് കുമാറിന്റെ പരാതി. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്.
പറന്നുയർന്ന വിമാനത്തിന്റെ AC യൂണിറ്റിൽ തീപിടുത്തമുണ്ടായെന്ന സംശയത്തെ തുടർന്ന് തിരിച്ചിറക്കി. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-807 വിമാനമാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത്. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് കീഴടക്കി ലക്നൌ സൂപ്പർ ജയന്റ്സ്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ 29 പന്തിൽ 75 റൺസ് എടുത്ത നിക്കോളാസ് പുരന്റെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെയും ക്യാപ്റ്റൻ KL രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും മികവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ് എടുത്തു. ലക്നൌ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ മുംബൈക്കായി രോഹിത് 38 പന്തിൽ 68 റൺസും നമൻദീർ പുറത്താകാതെ 28 പന്തിൽ 62 റൺസും നേടിയെങ്കിലും വിജയലക്ഷ്യത്തിന് 18 റൺസ് അകലെ 6 വിക്കറ്റിന് 196 റൺസ് എന്ന നിലയിൽ മുംബൈക്ക് പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു. തോൽവിയോടെ മുംബൈ അവസാന സ്ഥാനത്തേക്ക് വീണപ്പോൾ 7ാം സ്ഥാനത്തുള്ള ലക്നൌവിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷയും അവസാനിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.